മുസ്ലിം മതസ്ഥരുടെ ദ്രോഹം സഹിക്കാനാവാത്തതുകൊണ്ട്. ഞാൻ ചിത്രം വരയ്ക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ പല തവണ പല സ്ഥലങ്ങളിൽ എനിക്കും എൻ്റെ മക്കൾക്കും അനുഭവിക്കപ്പെടേണ്ടി വന്നിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അതൊക്കെ ഈ തട്ടത്തിൻ്റെ പേരിലായിരുന്നു. എൻ്റെ ഒരു കാര്യത്തിനെയും തട്ടമിട്ട മുസ്ലിം കുട്ടി എന്ന് കൊടുക്കുന്ന ലേബൽ എനിക്കങ്ങ് താല്പര്യമില്ലാതായി തുടങ്ങി. പലരുടെയും വിചാരം ഈ തട്ടമാണ് എന്നെ പ്രശസ്തിയിൽ എത്തിച്ചത് എന്നാണ്. അങ്ങനെ ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരോടായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ പ്രശസ്തിയിൽ എത്തിയിട്ടുണ്ട് അത് ദൈവ സാന്നിധ്യം ഒന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഞാൻ വരയ്ക്കുന്ന ഫോട്ടോയിൽ ഒരു സത്യമുള്ളത് കൊണ്ടാണ്. അതേപോലെ വേറൊരു എൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരേ മോഡൽ ഫോട്ടോ ആണ്, ആരും ശ്രദ്ധിക്കപ്പെടും. അതൊരു ബിസിനസ് മൈൻഡാന്ന് പറഞ്ഞാൽ അവിടെയാണ് നിങ്ങൾക്ക് ശരിയായിട്ടുള്ള ബിസിനസ് മൈൻഡ് മനസ്സിലായത്. ഈ മുസ്ലിംസിൻ്റെ ഉപദ്രവം ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നു തുടങ്ങിയതാണ്. ഉസ്താദിൻ്റെ രൂപത്തിൽ ആദ്യം വന്നു, പിന്നെ വേറൊരു വ്യാജ ഡോക്ടറെ പേരിൽ, പിന്നീട് അങ്ങോട്ട് എല്ലാം ഈ മതത്തിനെ പറ്റി പറഞ്ഞ് എല്ലായിടത്തും ഈ തട്ടം എന്നുള്ളൊരൊറ്റ കാരണം എന്നെ വേർതിരിച്ച് കാണൽ തുടങ്ങി. എന്നെക്കുറിച്ച് ഇല്ലാവചനങ്ങളും അവരെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി. വ്യാജപ്രചരണം ഇറക്കാൻ കേട്ടില്ലേ, മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കാൻ കേട്ടില്ലേ, അതാണ് അവസ്ഥ. എന്നെ ഇങ്ങനെ നിരന്തരം മുസ്ലിംസ് വേട്ടയാടി ഉപദ്രവം സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ തട്ടം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞത്. മതം മാറിയോ മതത്തിൽ തന്നെയാണോ നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ അറിയണ്ട. ഞാൻ തട്ടം ഉപേക്ഷിച്ചു. കാരണം ഈ തട്ടമാണ് എൻ്റെ ഐഡൻറ്റിറ്റി എന്ന് ഞാനല്ല പറഞ്ഞത്, നിങ്ങളാണ് പറഞ്ഞത്. അവൾ തട്ടമിട്ട് നടക്കുന്നുണ്ടേ അത് ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. തട്ടമിടാതെ ഞാൻ നടന്നു നോക്കട്ടെ, അപ്പം എനിക്ക് വരയ്ക്കാൻ കിട്ടുമല്ലേ നോക്കട്ടെ. അപ്പം കിട്ടുന്നുണ്ടെങ്കിൽ അത് ജെന്യൂൻ ആയിട്ടുള്ള കണ്ണൻ തന്നെയാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പം ഞാൻ ആ തട്ടത്തിൻ്റെ ലേബൽ അവിടെ മാറ്റി. മതം മാറിയോ ഇല്ലേ എന്നുള്ളത് എൻ്റെ മനസ്സിലാണുള്ളത്. അതിപ്പോൾ എനിക്ക് നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓരോരുത്തരെയും ബോധിപ്പിച്ചാൽ എനിക്ക് അതിൽ കൂടെ ഒന്നും കിട്ടാനും പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളാരെയും ബോധിപ്പിക്കുന്നില്ല. പിന്നെ എന്തിനാണ് ഈ മതത്തിൻ്റെ പേരും പറഞ്ഞിട്ട് ജസ്ന സലീമിന് മതത്തിൻ്റെ പേരിൽ കുറേയധികം ഇഷ്യൂസൊക്കെ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, അതുപോലെ തന്നെ ഉണ്ടായിട്ടുമുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ജസ്ന ഒരു വീഡിയോയിൽ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു താൻ തട്ടം ഇനി ഇടുന്നില്ല എന്നുള്ളൊരു കാര്യം. അതിനുശേഷം ഒരു ഉസ്താദൊക്കെ ഇതിനെതിരെ സംസാരിക്കുകയും അതുപോലെ തന്നെ കുറേയധികം പേര് ഈ ഒരു ജസ്ന മതങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്, മതകലാപം ഉണ്ടാക്കാനുള്ള ശ്രമമാണ്, അങ്ങനെയാണ്. പിന്നെ ഗുരുവായൂർ ഇഷ്യൂ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് എല്ലാം കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിലും ജസ്ന ചെയ്യുന്നതിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ജസ്ന ഈ ഒരു തട്ടം ഉപേക്ഷിക്കാൻ പോകുന്നു എന്നുള്ളൊരു കാര്യമൊക്കെ പറഞ്ഞ് വീഡിയോ ഇടുന്നത്. അതിനെതിരെ നെഗറ്റീവായിട്ട് കമൻസും കുറേയധികം ആൾക്കാർ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ളത്, ചിലപ്പം ചിലവർ പറയുന്ന പോലെ ഇവരെ ബിസിനസ്സിൻ്റെ ആ ഒരു ട്രിക്കായിരിക്കാം, ചിലപ്പോൾ അല്ലാതായിരിക്കാം. അതവരുടെ ഒപ്പീനിയൻ അല്ലെങ്കിൽ അവരുടെ ചോയ്സാണ്, അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, ഒരു കുഴപ്പമില്ല. ബട്ട് ജസ്ന ഉണ്ടെങ്കിൽ ഇത് പ്രശ്നം വരുന്നത് ഇതൊരു ഫുള്ളായിട്ടൊരു വീഡിയോ ആയിട്ട് ഇട്ട് സമൂഹത്തിലേക്ക് വിടുമ്പോഴാണ്. ചിലപ്പം ഈ ഒരു മതവിശ്വാസം, അതായത് മതത്തിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നവർ കാണാം. സോ അവരെ മുമ്പിലോട്ട് ഇങ്ങനത്തുള്ള കാര്യങ്ങൾ വിടുമ്പോഴത്തേന് ചിലപ്പോൾ ഒപ്പീനിയൻ ആൾക്കാർ പറയാം, ചിലപ്പോൾ അത് നെഗറ്റീവായിട്ടും പറയാം, പോസിറ്റീവായിട്ടും പറയാം. ആ ഒരു രീതിയിലെടുക്കാൻ ജസ്ന പഠിക്കണം എന്നുള്ളൊരു കാര്യമാണ്. എല്ലാത്തിലും അത് ഇമോഷണലി എടുത്തിട്ട് അത് റിയാക്ട് ചെയ്യാൻ നിൽക്കരുത്. അത് ജസ്നയ്ക്ക് തന്നെയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അത് ജസ്ന ഒന്ന് ചിന്തിച്ചാൽ മാത്രം കൊള്ളാം.